എന്താ കനാമ്പ്ര വീണ്ടും പരാതി വന്നു. എവിടെ സംഭവം? എന്തൊക്കെ പോയി ആണോ? കനാമ്പുര ഒരു കാര്യം ചെയ്യ്, ജീപ്പ് എടുത്തിട്ടെ ഒന്നാതുവരെ പോയിട്ട് ആ വീട്ടുകാരുടെ മൊഴിയെടുക്ക്. ഇതിൽ ആ പ്രദേശത്ത് എവിടെയെങ്കിലും CC ക്യാമറ ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്ക്. അത് വേണ്ട, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ശരി ഓക്കെ. എന്താ സത്യേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എവിടെയെങ്കിലും കള്ളം കയറിയോ? ആർച്ച ഒരു നാടാകുമ്പോൾ അവിടെ കള്ളന്മാരുണ്ടാവും. കള്ളന്മാരുടെ ജോലി എന്താണ്? മോഷ്ടിക്കുക എന്നുള്ളത്. അവരത് ചെയ്യുകയും ചെയ്യും. കള്ളന്മാരുടെ ജോലി മോഷ്ടിക്കുക എന്നുള്ളതാണ്, അവരെ പിടിക്കുക എന്നുള്ളതാണ് പോലീസുകാരുടെ തൊഴിൽ. അതവര് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ ആർച്ചയെ നീ വിചാരിക്കും പോലെ ഓടി ചെന്ന് ഒരു കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സാധനമല്ല ഈ കള്ളൻ. കള്ളനെ പിടിക്കുന്ന അതിൻ്റെതായ രീതികളുണ്ട്. ആദ്യം കള്ളനെ തിരിച്ചറിയണം, പിന്നെ അവനെ എവിടെയുണ്ടെന്ന് അറിയണം, അത് കഴിഞ്ഞേ പിടിക്കാൻ പറ്റുള്ളൂ. എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളന് പോലീസുകാരുടെ മുന്നിൽ വന്ന് നിൽക്കില്ല. അതിന് കഷ്ടപ്പെടണം. അതെങ്ങനാ? പോലീസുകാരുടെ മുന്നിൽ കള്ളം വന്നു നിന്നാ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസുകാരാ നമ്മുടെ നാട്ടിലുള്ളത്. കൺമുമ്പിൽ വന്ന് നിന്നു നോക്കട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഓർമ്മയുണ്ടോ പണ്ട് തഹസിൽദാരുടെ വീട്ടിൽ കള്ളനെ പിടിക്കാൻ പോയ കഥ? ഈ പഞ്ചായത്ത് മുഴുവൻ ആ കള്ളൻ നിങ്ങളെ എല്ലായിട്ട് ഓടിച്ചു. എന്നിട്ട് അവനെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് പറ്റിയോ? ആർച്ചേ, ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു കള്ളനെ ഓടിച്ചിട്ട് പിടിക്കാന്നുള്ളത് നിസ്സാര കാര്യമില്ല. അതെന്താ? എങ്ങോട്ടാ ഓടേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കള്ളനാണുള്ളത്. ആ സ്വാതന്ത്ര്യം പോലീസുകാർക്കില്ല. അപ്പൊ പോലീസുകാർ പറയെ ഓടിയേ പറ്റുള്ളൂ. പിന്നെ ഒരു ഇച്ചിരി ബുദ്ധിയുള്ള കള്ളനെ അങ്ങനെ പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിക്കാനും പറ്റില്ല. കള്ളൻ എങ്ങോട്ടാണ് ഓടാൻ സാധ്യത എന്ന് ബുദ്ധിയുള്ള പോലീസുകാർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഹലോ ശിവദാസ സാറേ, പറ. എന്തൊക്കെയാ? ആണോ? ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് വരാം. അതെന്താ സാറേ, സാർ വിളിച്ച് ഞാൻ വരാതിരിക്കുവോ? ശരി. ബ്ലോക്ക് ഓഫീസിലെ ശിവദാസ് സാറാ എന്നെ വലിയ കാര്യമാണ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കും. ഇതിലെ പോയപ്പോ 1-2 പ്രാവശ്യം ഇവിടെ കേറിയിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ സർക്കാർ ഉദ്യോഗസ്ഥനോട് സംസാരിക്കേണ്ട ഭാഷയാണോ ഇത്? സാറ് വിളിച്ചാൽ ഞാൻ വരാതിരിക്കുമായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? സാറ് ഞാനും തമ്മിൽ അത്ര അടുപ്പാ സത്യേട്ടാ. സാർ എന്നെ കാണുന്ന മെമ്പറായിട്ടൊന്നുമല്ല, നല്ല ഫ്രണ്ട് ആയിട്ടാ. ഇത്തരം ആൾക്കാരുമായിട്ടാണോ നീ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത്? ഇതൊന്നും തീരെ ശരിയല്ല കേട്ടോ ആർച്ചേ. അയാൾ തന്നെ നിന്നെ കാണാൻ ഇവിടെ വന്നേ? അതിന് എന്നെ കാണാൻ വേണ്ടി വന്നതല്ലോ, ഇതില് പോയപ്പോ കയറിയതല്ലേ. അത് ഒരു പ്രാവശ്യം സ്ഥിരമായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞതോ? ആര് പറഞ്ഞു? അത് പോട്ടെ, അയാൾ ഇവിടെ വന്ന വിവരം നീ എന്താ എന്നോട് പറയാത്തെ? എന്നെ കാണാൻ ഇവിടെ പലരും വരും. അതൊക്കെ സത്യേട്ടനോട് പറയണമെന്നുണ്ടോ? ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. ലതേ, എന്താ സാർ? ഞാനൊരു പോലീസുകാരനാണെന്നുള്ള കാര്യം ലതയ്ക്ക് അറിയാലോ? അറിയാം സാർ. ഒരു പോലീസുകാരൻ ചോദിച്ചാൽ സത്യം മാത്രമേ പറയാവൂ. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ സാർ. പുറത്തുള്ളവരോട് കള്ളം പറഞ്ഞോ? പക്ഷേ ഒരു പോലീസുകാരനോട് കള്ളം പറഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ലതയ്ക്ക് അറിയാവോ? ഞാൻ കള്ളം പറയാറില്ല സാർ. അങ്ങനെ ലത സീർട്ട് വലിക്കാറുണ്ടോ? ഞാനോ? സാർ എന്തോന്നൊക്കെ പറയുന്നത്? ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. വലിക്കാറുണ്ടോ ഇല്ലയോ? ഇല്ല. ആർച്ച വലിക്കാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല സാർ. ലതേ, അതെ, അവള് ചോദിച്ചാ എന്ത് ചോദിച്ചൊന്നും പറയണ്ട. സത്യേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്ത് വേണം? എനിക്കൊരു ചായ വേണം. ഒരു ചായ ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. ഒരു ചായ കൂടെ കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? ലതേ, ആ ഫ്ലാസ്കിന് ഇത്തിരി ചായ എടുത്തു കൊടുത്തേക്ക്. ലതേ, ഇവിടെ പതിവായിട്ട് ആർച്ചയെ കാണാൻ ആരൊക്കെ വരാറുണ്ട്? അങ്ങനെ പതിവായിട്ട് ഇവിടെ ആരും വരാറില്ല സാർ. അപ്പൊ പതിവല്ലാതെ ആരൊക്കെ ഇവിടെ വരാറുണ്ട്? ഉണ്ട്. അതാരൊക്കെയാണ്? അത് പഞ്ചായത്തിലെ ആവശ്യമായിട്ട് ചിലരൊക്കെ വരാറുണ്ട്. പിന്നെ പഞ്ചായത്ത് മെമ്പർമാര് വരാറുണ്ട്.
ആ വരാറുള്ളതിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കാറുണ്ടോ? അയ്യോ, അതിൽ സിഗരറ്റ് വലിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല സാർ. ലതയെ ഇവിടെ ജോലിക്ക് വെച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ലത എനിക്ക് പിരിച്ചുവിടാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി ആര് വന്നാലും അപ്പോൾ തന്നെ എന്നെ ഫോൺ വിളിച്ച് പറയണം. പറയാം സാർ. ഒരു കുഞ്ഞിനെ പോലും വിട്ടുപോകരുത്. ഇല്ല സാർ. ആ വരുന്നതിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ അതും എന്നോട് പറയാം. അറിയിക്കാം. പിന്നെ ഇനി ഈ ഞാൻ പറഞ്ഞ വിവരങ്ങളെങ്ങാനും ആർച്ചയോട് പറഞ്ഞാൽ ആർച്ച ഉറപ്പായിട്ടും എന്നോടത് ചോദിക്കും. അന്നേരം നിന്റെ ജോലി തെറിക്കും കേട്ടാ. സാറിനുള്ള ചായ? എനിക്ക് ചായ ഒന്നും വേണ്ട. വേണ്ടേ? ആഹാ, സത്യേട്ടൻ നേരത്തെ ആണല്ലോ. എന്തു പറ്റി? ഞാൻ നേരത്തെ വരും നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനേ ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാ വന്നേക്കണം. ആണോ? എന്തൊക്കെയാ തീരുമാനങ്ങള്? നമ്മുടെ വീട്ടില് നിരീക്ഷണ ക്യാമറ വെക്കാൻ ഞാൻ തീരുമാനിച്ചു. നമ്മുടെ വീട്ടിലെന്നല്ല, ഇനിയുള്ള കാലം എല്ലാ വീട്ടിലും ക്യാമറ ഉള്ളത് നല്ലതാ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ആണല്ലോ നടക്കുന്നത്. അപ്പൊ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ക്യാമറ ഉള്ളത് നല്ലതായിരിക്കും. അതായത് ഇന്നും എവിടെയോ കള്ളം കയറി, പോലീസുകാർ വിചാരിച്ചിട്ട് ആളെ പിടിക്കാൻ പറ്റിയില്ല. വലിയ താമസമില്ലാതെ ആ കള്ളൻ ഇവിടെയും കയറുന്ന സത്യേട്ടന് അറിയാം. നാട്ടുകാരെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വയം രക്ഷ നോക്കണമല്ലോ. അപ്പൊ ക്യാമറ വയ്ക്കുന്നത് തന്നെയാ നല്ലത്. ഞാനേ കള്ളന്മാരെ പേടിച്ചിട്ട് മാത്രമല്ല ഇവിടെ ക്യാമറ വെക്കുന്നത്. മറ്റു ചില കണക്കൂട്ടലുകളും കൂടി ഉണ്ട്. ഈ കണക്കൂട്ടലുകൾ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ആ കള്ളനെ പിടിക്കായിരുന്നല്ലോ. എന്തായാലും പൗത്രനോട് ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ പരിചയത്തിൽ ക്യാമറയൊക്കെ വെക്കുന്ന ആരോ ഉണ്ടെന്ന് പറഞ്ഞു. റേറ്റെല്ലാം അന്വേഷിച്ചിട്ടാവും വരും. വരട്ടെ. സത്യമായിട്ട് കാര്യമായിട്ടാ? നിനക്കെന്താ വിശ്വാസമായില്ലേ? സത്യമായിട്ട് നമ്മൾ ക്യാമറ വാങ്ങാൻ പോവാണോ? നമ്മൾ ക്യാമറ വാങ്ങാൻ പോകുന്നത് പറഞ്ഞപ്പോ പോലെ നിനക്കൊരു ഇഷ്ടക്കുറവ് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ അല്ലേ? സത്യം പറഞ്ഞാ ഇല്ല. ആർച്ചേ, നിന്റെ പ്രതീക്ഷകൾക്കും മേളിലാണ് എന്റെ കണക്കുകൂട്ടല്. ഇല്ലെങ്കിലും എനിക്കൊന്ന് മനസമാധാനമായിട്ട് ജീവിക്കണം. പവിത്ര, 25 25 ക്യാമറയ്ക്കുള്ള ഏർപ്പാടുണ്ടാക്കിയോ? ഇന്ന് സാധനം കിട്ടുമല്ലോ. ഒന്നുമില്ല, പൈസ നമ്മൾ ഇന്ന് കൊണ്ട് കൊടുക്കുന്നു. നാളെ രാവിലെ അവരിവിടെ വരുന്നു, ക്യാമറ സെറ്റ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് മുമ്പ് കാര്യങ്ങളെല്ലാം ഫിനിഷ്. സത്യമായിട്ടാ ഇതൊക്കെ കാര്യമായിട്ടാണോ പറയുന്നേ? ക്യാമറ വാങ്ങിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് തോന്നിയാ അതിന്റെ പൈസ അങ്ങ് പോവും. ആർച്ചേ, നീ എന്ത് തടസ്സം പറഞ്ഞാലും ഞാൻ ഇവിടെ ക്യാമറ വെച്ചിരിക്കും. ഇച്ചിരി കാശ് പോയാലും കുഴപ്പമില്ല. മനുഷ്യന്റെ മനസ്സമാധാനമല്ലേ വലുത്. അതാണ്. അപ്പൊ ശരി, ഞാൻ ഏലിയാസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ സാറേ? ഞാൻ ഇന്നലെ ഇവിടെ വന്നായിരുന്നു മീറ്റർ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് ബില്ല് ഞാൻ ബോക്സിനകത്ത് വെച്ചായിരുന്നു. ഹലോ, അവന്റെ ഒരു ധൈര്യം കണ്ടോ സാറേ? സ്ഥല എസ് ഇവിടെ നിൽക്കാൻ നേരത്ത് പൊതു സ്ഥലത്ത് നിന്നുണ്ടാവും സീർട്ട് വലിക്കുന്നുണ്ടല്ലേ. എന്ത് ചെയ്യുന്നു പറ. ഞാനെന്നാ കേട്ടോ സാറേ. അല്ല പവിത്ര, നമ്മളിപ്പോ ഈ ക്യാമറ വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അത് ഞാൻ വിളിച്ചു പറഞ്ഞ് സെറ്റ് ആയിക്കോളാം. അല്ല, അതെ, അത് തൽക്കാലം നമുക്കത് കുറച്ചുകൂടെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അതെന്നാ കാര്യത്തിന്? ഞാനൊന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോഴാണ് നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ ഇവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം SI പോലും കള്ളന്മാരെ പേടിച്ചാണ് കഴിയുന്നത് എന്നൊരു കഥ എങ്ങാനും പുറത്തു വന്നാൽ അതെനിക്ക് നാണക്കേടാ. മാത്രമല്ല ജനങ്ങൾക്കുള്ള പേടി കൂടുവേ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ക്യാമറ വേണ്ട പവിത്ര. പിന്നെ എന്നാ കാര്യത്തിനാ സാറേ എന്നെ ഈ ചുമ്മാ ഇട്ടി മെനക്കെടുത്തിച്ച് നിങ്ങൾ? പവിത്ര, ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഈ സാറ് പറയുന്ന കേട്ടോ ഓരോ പരിപാടികൾക്ക് ഇറങ്ങി തിരിക്കരുതെന്ന്. സത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറും. ഞാൻ എത്ര കാലമായിട്ട് കണ്ടോണ്ടിരിക്കുന്നേ. സാറേ, ഇത് ഫൈനൽ തീരുമാനമാണോ? SI സത്യപാലന് ഒറ്റ തീരുമാനമേ ഉള്ളൂ, ഇവിടെ ക്യാമറ വേണ്ട. വെറുതെ കളയാൻ എൻ്റെ കാശും ഇല്ല. എന്റെ പൊന്നേമാനെ, ഇനി ഇമാതിരിയുള്ള വള്ളിക്കേസിനകത്ത് ഈ പാവം പിടിച്ചവനെ പിടിച്ചിടല്ലേ. അവരുടെ ഒരു ക്യാമറയും വാങ്ങാത്തൊലി